ഇന്ന് വേൾഡ് ബൈസിക്കിൾ ഡേ. സൈക്കിൾ ഡേയോടനുബന്ധിച്ചിട്ട് തലശ്ശേരി സൈക്ലിംഗ് ക്ലബിൻ്റെ കൂടെ ഇന്ന് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു റൈഡ് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റൈഡ് പോകാൻ ഞാൻ വന്നിരിക്കുന്നത് പാറപ്പുറത്തുള്ള റെഗുലേറ്ററി കം ബ്രിഡ്ജിലാണ് കേട്ടോ. ഹായ് ഭാഗ്യേട്ടാ, പോവാം നമുക്ക് റൈഡ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹാപ്പി വേൾഡ് ബൈസിക്കിൾ ഡേ. ഭാഗ്യമുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി സൈക്ലിംഗ് തുടങ്ങിയിട്ട്? 5 വർഷത്തോളായി അല്ലേ? രാവിലെ ആണോ അല്ലെങ്കിൽ ഈവനിങ് ആണോ റൈഡ് പോവാറ്? രാവിലെ അധികം പോവാറ്. രാവിലെ ഒരു 5 മണി 5:30 അങ്ങനെ പോവാ. ഇപ്പം കുറേ വർഷമായില്ലേ ഇപ്പം ചവിട്ടുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് തോന്നിയിട്ടുണ്ടോ സൈക്ലിങ്ങിനെ കൊണ്ട്? അനക്കൊന്ന് ബെനിഫിറ്റ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഞാൻ യാത്ര ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലെ കുറേ സ്ഥലങ്ങൾ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. നാട്ടിൽ തന്നെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഗ്രാമ വഴികൾ നമ്മൾ അറിയാത്ത പല വഴി. കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സൈക്ലിംഗ് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതെ, സൈക്ലിങ്ങിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെന്റ് കിട്ടുന്നുണ്ട്. ഒരു വർക്കിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടിയെല്ലാം ഒന്ന് കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കന്നെ നമുക്കൊരു ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ്. സൈക്ലിങ്ങിന്റെ ഇതിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിന് പരിചയപ്പെട്ടിട്ടുണ്ട്. തലശ്ശേരി സൈക്ലിംഗ് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബിലിപ്പം മെമ്പറാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് കാണുന്നതാണ്, ന്യൂസ് പേപ്പറിലും ഇങ്ങനെ കുറേ ന്യൂസിലൊക്കെ കാണുന്നതാണ് ലഹരിൻ്റെ ഉപയോഗം. അതും ഇന്നത്തെ ജനറേഷൻ ചെറിയ കുട്ടികളൊക്കെ വേഗം വഴുതി വീഴുന്ന ഒരു ഇതാണ് ലഹരി. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് എന്താ പറയുക, അവരൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈക്ലിംഗ് പോലുള്ള ആക്ടിവിറ്റീസ്. ഈ ഒരു ക്ലബ്ബിൽ തന്നെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു ചിന്താഗതികളും ഇതും എല്ലാം മാറി പല അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി. ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി. അതാണ് എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഒരുപാട് സൈക്കിളെ പറ്റി പല ടൈപ്പ് സൈക്കിളുണ്ട്. അതെ, MTB ഉണ്ട്, റോഡ് ബൈക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടാളും യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡൽ സൈക്കിളാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഡെയിലി ഇതുപോലെയുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള കമ്മ്യൂട്ടിങ്ങിനൊക്കെ പറ്റിയതാണ്. അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ പോവാം. ഇതെടുത്തിട്ട് ഞാൻ വയനാടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ടൂറിങ്ങിനും പറ്റും. അങ്ങനെ പല ടൈപ്പ് സൈക്കിൾസ് ഉണ്ട്. വേറെ ഒന്നും ഇതാണ്, നമുക്ക് പൊല്യൂഷൻ കുറക്കാനും എല്ലാം വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഫ്യൂവലിന്റെ എക്സ്പെൻസ് കുറക്കാം. ഇപ്പോൾ സൈക്കിളിൽ വർക്കിന് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ഹെൽത്ത് ബെനിഫിറ്റ്സ് തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഇപ്പം വെയിറ്റ് ലോസിനെല്ലാം കുറേ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഇത് കൂടിയാണ് ഈ സൈക്ലിംഗ്. ഇന്നത്തെ ഈ വേൾഡ് ബൈസിക്കിൾ ഡേയിൽ നമുക്ക് രണ്ടാൾക്കും പറയാനുള്ളത് ഇതാണ്: സൈക്ലിങ് എല്ലാവരും സൈക്ലിങ്ങിലേക്ക് ഇറങ്ങുക. അതായത് വലിയ സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ് സൈക്ലിംഗ്. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി വേൾഡ് ബൈസിക്കിൾ ഡേ.